ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 37 വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുകമ്പയും അത്ഭുതകരമായ ശക്തിയും വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു വിവരണമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീല കടൽ തീരത്തുകൂടി നടന്നൊരു മലയിലേക്ക് കയറിയിരുന്നു. അപ്പോൾ വലിയ ഒരു പുരുഷാരം അവിടുത്തെ അടുത്തേക്ക് വന്നു. അവർ തളർന്നവരെയും ഊമരെയും അംഗഭംഗം വന്നവരെയും കുരുടന്മാരെയും മറ്റു പല രോഗികളെയും അവിടുത്തെ കാൽക്കൽ കിടത്തി. യേശു അവരെ സുഖപ്പെടുത്തി. ജനം സൗഖ്യം പ്രാപിച്ചവരെ കണ്ട് വിസ്മയിച്ചു. ഊമർ സംസാരിക്കുന്നതും അംഗഭംഗം വന്നവർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും കണ്ട് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നീട് യേശു ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അവിടുന്ന് പറഞ്ഞു, അവർ 3 ദിനമായി തന്നോടൊപ്പമുണ്ട്, ഭക്ഷിക്കാൻ ഒന്നുമില്ല. യേശു അവരെ പട്ടിണി കിടത്തി വിടാൻ ആഗ്രഹിച്ചില്ല. ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ വിജന പ്രദേശത്ത് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് ആവശ്യമായ അപ്പം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അവരുടെ കയ്യിലുണ്ടായിരുന്നത് 7 അപ്പവും കുറച്ച് ചെറിയ മീനുകളും മാത്രമായിരുന്നു. യേശു ജനത്തോട് നിലത്തിരിക്കാൻ കൽപ്പിച്ചു. ആ അപ്പവും മീനും വാങ്ങി സ്വർഗത്തിലേക്ക് നോക്കി സ്തുതിച്ച് പറഞ്ഞു. അവിടുന്ന് അതിനുശേഷം അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർ അത് ജനത്തിന് വിളമ്പി. എല്ലാവരും വയറു നിറയെ ഭക്ഷിച്ചു. ബാക്കിയുണ്ടായ കഷ്ണങ്ങൾ അവർ 7 കുട്ട നിറയെ ശേഖരിച്ചു. കൂടാതെ സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000-ഓളം പുരുഷന്മാർ ഭക്ഷിച്ചവരിൽ പെടുന്നവർ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് യേശു നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയുന്നവനും നിറവേറ്റാൻ കഴിവുള്ള നമ്മുടെ ദൈവമാണ്, നമ്മുടെ സ്നേഹമുള്ള അപ്പനാണ് എന്ന്. നമ്മുടെ പരിമിതികൾ അവിടുത്തെ ശക്തിക്ക് ഒരിക്കലും തടസ്സമല്ല. അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ.